പത്മകുമാർ നേരത്തെ CR നീലകണ്ഠൻ അടക്കം പറഞ്ഞ ജിൻഡോ അടക്കം പറഞ്ഞ വിമർശനങ്ങൾക്ക് മറുപടി. അല്ല, ഞാൻ അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഇതിൽ പ്രതിഷേധിക്കുന്നില്ല എന്നുള്ളതല്ല. ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആ ഫസ്റ്റ് ഫോക്കസ് അതിനാണ് കൊടുക്കുന്നത്. മറ്റ് സംഘടനാപരമായി തീരുമാനമെടുത്ത് പ്രതിഷേധിക്കും. അൻവർ പറയുന്നത് കേട്ടുകൊണ്ട് സമരം ചെയ്യാനോ അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നത് സമരം ചെയ്യാനോ സതീശൻ പറയുന്നത് കേട്ടുകൊണ്ട് സമരം ചെയ്യാനല്ല. ഞങ്ങൾക്ക് ശരി പ്രതിഷേധിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചുള്ളൂ സാർ, നിങ്ങൾക്ക് പ്രതിഷേധിക്കണം തോന്നുന്നില്ല, അതുകൊണ്ടാണ് പ്രതിഷേധിക്കാത്തത്. ഞാൻ പറഞ്ഞു വന്ന ഞാൻ പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കണ്ട എന്നുള്ളതാണ്. നമ്മൾ ചർച്ച പോകുന്നത് ഇപ്പോൾ ഈ EP ജയരാജനെതിരെ നടപടിയെടുത്തു. അതും ഇതുമായി ഈക്വലൈസ് ചെയ്യരുത്. EP ജയരാജൻ അത് പാർട്ടിപരമായിട്ടുള്ള നടപടിയാണ്. അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണാം. EP കണ്ടത് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു മെമ്പറെയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു MP എന്നുള്ള നിലയിൽ ജാവ്ദേക്കർ BJP നേതാവായിരിക്കാം. ഒരു MP എന്നുള്ള നിലയിൽ കണ്ടതുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് പാർട്ടി നടപടി എടുത്തു പറഞ്ഞാൽ അതിന് വേറെ എന്തെങ്കിലും തലങ്ങളുണ്ടാവാം. അത് ഇതുപോയി കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. അതേസമയം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടി എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക കാര്യമാണ്. ഒരു MPയെ കണ്ടെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നടപടി എടുക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിയമപരമായിട്ടുള്ള ഏത് നടപടിക്കും നിയമപരമായിട്ടുള്ള ഒരു JR ഈ ADGP പോവുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ADGPയെ അല്ല ജനങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, പിണറായി വിജയനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലേ? ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷമാണ് അധികാരത്തിൽ, ഇടതുപക്ഷത്തിൻ്റെ നയമാണ് പ്രധാനം, അതിനാണ് അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ആ നയത്തിലുള്ള ഒന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പോലീസ് നയം. ആ പോലീസ് നയത്തെ മറികടന്നുകൊണ്ട് ഒരു ADGPയും ഒരു ദത്താത്രേയും പോയി കണ്ടുകൂടാ. അതുകൊണ്ടാണ് ഹസ്കർ പോലും പറയുന്നത് ഇതിൽ ജാഗ്രത കുറവുണ്ടായിരിക്കുന്നു പിണറായിക്ക്. അല്ലല്ല, അത് പോലീസ് നയം എന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ അവരെ സഹായിക്കുക, അതല്ലല്ലോ ഇത് ഇവിടുത്തെ പ്രശ്നമല്ലല്ലോ. ഞാൻ പറഞ്ഞത് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന എല്ലാ ആരുമായി നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളുടെ മോഹൻ ഭാഗവതിനെ പോയി കാണുന്നത് പോലെ അല്ല ADGP പോയി ദത്താത്രേയെ കാണുന്നത്. അല്ല, അദ്ദേഹത്തിന് എന്താ തെറ്റ്? ഞാൻ ചോദിച്ചത് എന്താ തെറ്റ്? അത് ഈ സർക്കാരിന്റെ ഇടത് സർക്കാരിന്റെ പോലീസ് നയത്തിന് ഘടകവിരുദ്ധമാണ്. അത് തന്നെയാണ് അതിലെ തെറ്റ്. ഇടത് സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ദാസ് ക്യാപിറ്റലിലേക്ക് കാറൽ മാർക്സിന്റെ ഒരു സെക്കൻഡ് CR ഒരു മറുപടി ഉണ്ടെന്ന് തോന്നുന്നു. CR ഒരു സെക്കൻഡ് ചെയ്യാം. ചുമതല ഒരു സെക്കൻഡ് അല്ലല്ല വരാം JR വരാം അല്ല, ഒരു ചോദ്യം, ഒരു കാര്യം കൂടി. സർക്കാർ ഉദ്യോഗസ്ഥന് RSSൽ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്ത സർക്കാരല്ലേ നിങ്ങളുടെ ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ? നിങ്ങളുടെ ഈ കേന്ദ്ര സർക്കാർ അതല്ലേ? അതിൽ തെറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ ഒരു ADGP പോയി ദത്താത്രേയെ കാണുന്നത് ഇടതു രാഷ്ട്രീയത്തിന് ചേരുന്നതല്ല. അതാണ് അതിലെ തെറ്റ്. ഇടത് രാഷ്ട്രീയം അല്ലല്ലോ നടപ്പ്. ഒരു ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ നിങ്ങൾ പിന്നെ നടത്തുന്നത് എന്താണ്? RSSൽ പോയി പ്രവർത്തിച്ചോളൂ എന്ന് നിങ്ങൾ പറഞ്ഞ് നടത്തുന്ന എന്ത് രാഷ്ട്രീയമാണ്? പിന്നെ ഒരു മിനിറ്റ് ശ്രീ CR ഒരു മറുപടി ഉണ്ട്. ശ്രീ JR എന്ന് പറയുന്നത് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സംഘടന ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിട്ടുണ്ടോ? പ്രവർത്തിക്കാമോ അവിടെ പോയി? വേണു ഞാൻ ഉണ്ട്. അതിൽ പ്രവർത്തിക്കാൻ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ നടപടിയെടുക്കും. നിയമവിരുദ്ധമായ നടപടികളിൽ ഇടപെട്ടാൽ നടപടിയെടുക്കും. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ മാത്രം തുലാസിലാണെന്ന് ആ തീരുമാനം കിടക്കുന്നത്. അതാണ് അതിന്റെ അപാകത. അതാണ് അതിൽ നിങ്ങൾ ചെലുത്തുന്ന രാഷ്ട്രീയവും. വേണു, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ ഒരൊറ്റ കാര്യം ഞങ്ങളുടെ ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് പറയാം. ഞങ്ങൾക്കൊരു ആക്ഷേപമുണ്ട്. കേരളത്തിലെ പോലീസ് UDF ആയാലും LDF ആയാലും മത തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട് അവരെ ഒത്താശ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. കേരളത്തിലെ തീവ്രവാദ കേസുകൾ അട്ടിമറിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സൂഫിയ മദനി ആദ്യത്തെ ലക്ഷണമൊത്ത ഒരു തീവ്രവാദ കേസാണ് കടമശ്ശേരി ബസ് കത്തിക്കൽ കേസ്. എന്തായി വേണു? കേരളത്തിലെ പോലീസല്ലേ അന്വേഷിച്ചത്? എന്തായി? ട്രയൽ തുടങ്ങിയോ? കിളിമാനൂര് സുനിൽകുമാറിനെ കൊന്ന കേസ്, ഒരു പട്ടാപകരനെ രാവിലെ വെട്ടിക്കൊന്നൊരു കേസ് കേരളത്തിലെ തീവ്രവാദ കേസാണ്. എന്തായി അതിന്റെ അന്വേഷണം?
എത്ര കേരളത്തിലുള്ള എല്ലാ തീവ്രവാദ കളമശ്ശേരി കേസ് കേരള പോലീസല്ല സാർ, NIA ആണ്. പോലീസ് കൂടി ചേർന്ന് ജെ ആർ പത്മകുമാർ, കളമശ്ശേരി കേസ് കേരള പോലീസാണ്, NIA-യിലേക്ക് പോയില്ലേ? എന്തായി NIA അന്വേഷണം? എന്തായി NIA അന്വേഷണം? NIA ആണ് അന്വേഷിക്കണേ. എന്തായി NIA അന്വേഷണം ജെ ആർ? അത് നിങ്ങളാ പറയണ്ടേ. ക്രൈം ബ്രാഞ്ചാണ് അന്വേഷിച്ച് ചാർജ് കൊടുത്തത്. സാർ എന്തായി NIA അന്വേഷണം? അത് പിന്നീട് NIA ഏറ്റെടുത്തു. ആ കേസൊക്കെ പിന്നീട് NIA ഏറ്റെടുത്തിരുന്നു. അത് കൂട്ടത്തോടെ NIA കൊണ്ടുപോയി. എന്തായി NIA അന്വേഷണം? കൈമാറി. അതിനെക്കുറിച്ച് എനിക്കല്ല. ഞാനത് അല്ല പോട്ടെ ജയാറെ, ഒരു പിഴവ് അല്ലല്ല ഈ ചർച്ചയിൽ അങ്ങയുടെ പിഴവ് അങ്ങയുടെ പിഴവ് പൊറുക്കാം, ADGP-യുടെ പിഴവ് പൊറുക്കാതിരുന്നാൽ മതി. ശ്രീ CR, അങ്ങനെ എന്റെ പിഴവല്ല ഞാൻ ചോദിച്ച കിളിമാനൂർ ഒറ്റ ചോദ്യം ക്രൈം ബ്രാഞ്ച് അല്ലേ? അല്ല ഒരു ചോദ്യം, അത് വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. ADGP അജിത് കുമാറിന്റെ ഈ 2 സന്ദർശനങ്ങൾ ഒഫീഷ്യലാണോ, പേഴ്സണലാണോ, പൊളിറ്റിക്കലാണോ? എന്താണ് BJP-യുടെ നിലപാട്? BJP-യുടെ അഭിപ്രായം എന്താ? ഈ 3 എണ്ണത്തിൽ ഏതാണ്? ഞങ്ങളുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടല്ലോ പോയത്. അല്ല നിങ്ങളുടെ അല്ലല്ല അദ്ദേഹമാണ് പറയുന്നത് പറയുമ്പോ ADGP അജിത് കുമാർ പോയി കണ്ണാടി നോക്കി സംസാരിക്കായിരുന്നില്ലല്ലോ. മറുവശത്ത് ഒരാളുണ്ടായിരുന്നല്ലോ, ദത്താത്രേയ. അദ്ദേഹം വിശദീകരിക്കട്ടെ. അപ്പൊ നിങ്ങൾ പറയും RSS ഒന്നും വിശദീകരിക്കേണ്ട ബാധ്യതയില്ല എന്ന്. ഇതെന്ത് നിലപാടാണ്? അങ്ങനെയെങ്കിൽ സേനയിലുള്ള ADGP വിശദീകരിക്കേണ്ട ബാധ്യതയില്ല. ആരോപണമുള്ളത് ആർക്കാണ്? അല്ല ADGP പറയട്ടെ, ഞാൻ പോയത് ഇന്ന കാര്യത്തിലാണ്. ഞങ്ങളുടെ നിലപാട്, എന്റെ നിലപാട് ലോ ആൻഡ് ഓർഡർ എന്നുള്ള നിലയിൽ ഒരു ഉദ്യോഗസ്ഥന് എല്ലാ സംഘടനകളുമായി ബന്ധം വയ്ക്കുക. ഏതൊക്കെ ചലനങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു ഇന്റലിജൻസ് സംവിധാനമുണ്ട്. അതിനെല്ലാം കൂടെ ചുമതലപ്പെട്ടയാളല്ല ADGP MR അജിത് കുമാർ. പിന്നെ താങ്കൾ പറയുന്ന അജിത് ഡോവലിന്റെ കപ്പാസിറ്റി വേറെയാണ്. അദ്ദേഹം സുരക്ഷാ ഉപദേഷ്ടാവാണ്. മാധ്യമപ്രവർത്തകരല്ലോ പറയേണ്ടത്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് പോലീസ് പറയട്ടെ. അദ്ദേഹം പോലീസ് മാനുവലിനെതിരാണ് എന്നുള്ള കാര്യം പറയട്ടെ. അല്ല, പോലീസ് അല്ല, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഇതിൽ മുൾമുനയിൽ നിൽക്കുന്ന BJP-ക്ക് ഇതിൽ നിലപാടുണ്ടോ? അവർ പറയട്ടെ എന്നുള്ളതല്ല. ഇന്നതാണെങ്കിൽ ശരിയാണ്, ഇന്നതാണെങ്കിൽ തെറ്റാണ്. ഒഫീഷ്യൽ സന്ദർശനമാണെങ്കിൽ അത് ശരിയാണ്, തെറ്റാണ്. പൊളിറ്റിക്കൽ സന്ദർശനമാണെങ്കിൽ തെറ്റാണ്, ഇറങ്ങി തിരിച്ച കേരളത്തിലെ ചില ആളുകളാണ് മുൻമുനയിൽ നിൽക്കുന്നത്. ഞങ്ങൾ BJP-ക്ക് പ്രാഥമിക എന്താണ് അംഗത്വം കൂട്ടുന്ന തിരക്കാണെങ്കിൽ നിങ്ങളുടെ ഒരു യുവജന സംഘടന യുവമോർച്ച എന്നാണ് പേര്. ഒരു 10 പേരെ കൂട്ടി ഒരു സമരം നടത്താൻ പറ മുൾമുന.